നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ എംപിക്ക് അറസ്റ്റ് വാറണ്ട്. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത്. കേട്ടപാതി ഷാഫിയെ തൂക്കാൻ ആവേശത്തോടെ ചാടിയിറങ്ങി പോലീസ് പട. ഷാഫിക്ക് അറസ്റ്റ് വാറണ്ടെന്ന് കേട്ടതും കാര്യമെന്താണെന്ന് പോലും തിരക്കാതെ CPM സൈബർ ഗ്രൂപ്പുകൾ റീലും റെഡിയാക്കി സെറ്റായി. രാഹുൽ മാങ്കൂട്ടത്തിന് പിമ്പ് പണി ചെയ്തതിന്റെ ഇണ്ടാസ് എന്ന് പോസ്റ്റും തള്ളി ഒരു കൂട്ടം കമ്മികൾ ഇറങ്ങി. വടകരയിൽ രാഹുൽ ചില പെണ്ണുങ്ങളുമായി എത്തുമ്പോൾ റൂം എടുത്ത് കൊടുക്കുന്നത് ഷാഫി എന്ന ആരോപണം വന്നിരുന്നല്ലോ. അതിന് പോലീസ് തൂക്കിയതെന്ന് കമ്മി ഗ്രൂപ്പുകളിൽ പോസ്റ്റും കമന്റും ഇട്ട് ആഘോഷം. എന്നാൽ അബദ്ധം പറ്റിയെന്ന് മനസ്സിലായതും പോസ്റ്റും കീറി സൈബർ വെട്ടുകിളിക്കൂട്ടം ഓടി. ഒടുക്കം കമ്മികൾ പോസ്റ്റ് മാറ്റി. ഇതല്ല, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കോഴിക്ക് കോഴിക്കൂട് ഒരുക്കി കൊടുത്തതിനുള്ള കേസല്ല. ഇത് 2022 ദേശീയപാത ഉപരോധിച്ച കേസിൽ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ ഇരിക്കുന്നതിന് വന്ന വാറണ്ടാണെന്ന് പിന്നീട് മാറ്റിയെഴുത്ത്. ഒന്ന് ഓർത്തു നോക്കണേ ഈ കമ്മികളുടെ ഒരു ഗതികേട്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെയാണ് അവസ്ഥ. അതെ, സംഭവം പാലക്കാട് ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2022 ജൂൺ 24 പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസ് SFI പ്രവർത്തകർ തല്ലിത്തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു 2022 ജൂൺ 24 പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ അന്ന് ദേശീയപാത ഉപരോധിച്ചത്. 40ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചന്ദ്രനഗറിൽ ചെമ്പലോട് പാലത്തിന് സമീപമാണ് ദേശീയപാത ഉപരോധിച്ചത്. കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷാഫി പറമ്പിലാണ് ഒന്നാം പ്രതി. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന നിലവിൽ ഇടതുപക്ഷത്തേക്ക് മാറിയ P സരിൻ കേസിൽ 9ാം പ്രതിയായിരുന്നു. നേരത്തെ കോടതിയിൽ ഹാജരായ P സരിനെ 500 രൂപ പിഴയും കോടതി പിരിയും വരെ തടവിനും ശിക്ഷിച്ചിരുന്നു. ഷാഫി പറമ്പിൽ ഹാജരാകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഇതാണ് കേസ്. ഈ കേസിലാണ് ഷാഫി പറമ്പിലിനെ കോടതി ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇന്ന് പിടിച്ചുകൊണ്ടുപോയി നാളെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പല്ല ഇട്ടിരിക്കുന്നത്. എന്തായാലും കമ്മികളുടെ ആ ആവേശം അങ്ങ് കെട്ടടങ്ങിയിട്ടുണ്ട്. അവരുദ്ദേശിച്ചതൊന്നും അങ്ങോട്ട് നടന്നില്ല. ഷാഫിയെ ഏതെങ്കിലും ഒരു കേസിലൊന്ന് തൂക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് CPM കൂട്ടർ. അവരുടെ കണ്ണിലെ കരട് തന്നെയാണ് ഷാഫി എന്ന് ഈ സംഭവത്തോടെ വ്യക്തമാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബലാത്സംഗ കേസിന്റെ അറ്റത്ത് ഷാഫിയെ ഏതെങ്കിലും തരത്തിൽ കൂട്ടിക്കെട്ടാൻ നോക്കിയിട്ടും ഇതുവരെ അങ്ങോട്ട് നടന്നിട്ടില്ല. വടകരയിൽ രാഹുലിന് കൂട്ടിക്കൊടുപ്പ് നടത്തുന്നത് ഷാഫിയാണെന്ന അതിരുവിട്ട പ്രസ്താവന പോലും CPM സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തു വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ വീണതെങ്കിലും CPMകാരുടെ ലക്ഷ്യം അത് ഷാഫി പറമ്പിൽ തന്നെയാണ്. V ശിവൻകുട്ടി രാഹുൽ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ ഒരു പോസ്റ്റ് പങ്കുവച്ചത് പറമ്പില്ലാതെ മാങ്കൂട്ടം വളരില്ല എന്നാണ്. അതായത് കൃത്യമായി ഭരണകൂടം ഷാഫിയെ സ്കെച്ചിടുന്നുണ്ട്. പോലീസിലും ഷാഫി പകയുള്ളവരുണ്ട്. പോലീസിന് നേരെ പല ആവർത്തി വിരൽ ചൂണ്ടി വെല്ലുവിളിച്ചിട്ടുണ്ട് ഷാഫി. എല്ലാ കാലത്തും പിണറായി ഭരണം ആയിരിക്കില്ല, അത് ഓർത്തു വേണം ഏമാന്മാർ പ്രവർത്തിക്കാൻ. നീയൊന്നും പെൻഷൻ വാങ്ങില്ലെന്ന വെല്ലുവിളികൾ പോലീസിലെ പിണറായി കൂട്ടരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടർ ഷാഫിയെ തൂക്കാൻ വട്ടം കൂടി നിൽപ്പുണ്ട്. അവർക്ക് മുന്നിലേക്ക് ഷാഫിയെ വീഴ്ത്താൻ എന്ത് കിട്ടിയാലും അത് പരമാവധി എടുത്ത് പ്രയോഗിക്കും. മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഷാഫിയുടെ നേതൃത്വത്തിൽ സമരം നടന്നപ്പോൾ അത് കലാപത്തിലേക്ക് എത്തിക്കാൻ മുന്നിൽ നിന്ന് കളിച്ചത് പോലീസായിരുന്നു. ഷാഫിയുടെ മൂക്കിന്റെ പാലമടിച്ച് തകർത്ത പോലീസ് ഗുണ്ട പിണറായി ഭക്തനായിരുന്നു. പോലീസിന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. ഷാഫിയെ ഏതെങ്കിലും വിധത്തിൽ കയ്യിൽ കിട്ടിയാൽ അങ്ങ് തീർത്തേക്കെന്ന്. കൂടാതെ പിണറായിക്കും ഷാഫി പക കൂടുതലാണ്. തനിക്ക് മുകളിൽ ആര് വളർന്നാലും അത് പിണറായി എന്ന ഏകാധിപതിക്ക് ദഹിക്കില്ല. അത് കൂട്ടത്തിലുള്ളവരായാലും എതിർ പാർട്ടിക്കാരനായാലും. പ്രതിപക്ഷ നിരയിൽ നിന്ന് പിണറായിയെ വിരൽ ചൂണ്ടി വെല്ലുവിളിക്കുന്നത് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. VD സതീശൻ പോലും അത്ര കണ്ട് പിണറായിയെ തൊടില്ല. 2 ചെറുക്കന്മാർ എടോ വിജയ എന്ന് വിളിക്കുന്നത് പിണറായിക്കും പിണറായി ഭക്തർക്കും വലിയ കലിയാണ്. മാത്രമല്ല ഇപ്പോൾ വരുന്ന വലിയൊരു ചർച്ച അതുകൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ധർമ്മടത്ത് ഷാഫിയെ നിർത്തണം, പിണറായിയെ 8 നിലയിൽ പൊട്ടിക്കും എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് വല്ലാതെ CPMനെ ചൊടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ധർമ്മടം പിണറായി വിജയന്റെ കോട്ടയാണ്. അവിടെ പിണറായി അല്ലാതെ വേറെ ആരും ജയിക്കില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അത് എല്ലാ കാലത്തും CPMന് ഉള്ളതാണ്. എന്നാൽ അവിടെ കയറിയാണ് ഇപ്പോൾ ഷാഫിയുടെ കൂട്ടർ കൈവച്ചിരിക്കുന്നത്. വടകര ഷാഫി പിടിച്ചതിന്റെ കലിപ്പ് സഖാക്കൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. സാക്ഷാൽ ശൈലജ ടീച്ചറെ തോൽപ്പിച്ചാണ് ഷാഫി വടകര കോട്ട പിടിച്ചെടുത്തത്. പക്ഷേ ശൈലജ ടീച്ചറെ കൊണ്ടു നിർത്തി തോൽപ്പിച്ചതും ഇതേ പിണറായിയുടെ തന്ത്രം തന്നെയാണ്. അത് മറ്റൊരു സത്യം.
ഏതായാലും വടകരയിലെ ചെമ്പടയുടെ ആ ചെമ്പ് ഷാഫി താഴെ ഇറക്കി വെപ്പിച്ചു. ഇതൊക്കെ ചില്ലറയാണോ കമ്മികളെ ചൊടിപ്പിക്കുന്നത്? ധർമ്മടത്ത് ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ പിണറായി വിജയൻ തോൽക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ പച്ചയ്ക്ക് പറഞ്ഞിരുന്നു. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജിൻഡോ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് പറയുന്നത് ഷാഫിയുടെ കപ്പാസിറ്റി ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിക്കുമ്പോൾ പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ 2019 22 വോട്ടുകൾ അധികം കിട്ടി. പിണറായി വിജയന്റെ അയൽക്കാരായിട്ടുള്ളവർ കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ഷാഫി ചെന്നാൽ പിണറായി വിജയൻ വീട്ടിലിരിക്കുമെന്നും ജിൻഡോ പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെയും KSUക്കാരുടെയും ഒക്കെ വെല്ലുവിളികൾ വല്ലാതെ CPMന്റെ ആത്മാഭിമാനത്തിൽ തൊടുന്നുണ്ട്. അതായത് അവർ പ്രധാനമായും ഷാഫി പറമ്പിലിനെ ഉയർത്തി കാണിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഷാഫിയെ പിണറായി വിജയന്റെ യഥാർത്ഥ എതിരാളിയായിട്ട് യൂത്ത് കോൺഗ്രസ് ഒക്കെ ഉയർത്തി കാണിക്കുന്നു. കോൺഗ്രസിലെയും UDFിലെയും ഒക്കെ യുവനിര ഷാഫിക്കൊപ്പം അണിനിരന്നുകൊണ്ട് പിണറായിയെ ചവിട്ടി മെതിക്കാൻ ഇവിടെ ഒരുത്തനുണ്ട് എന്നുള്ള ഒരു വാദം മുഴക്കുന്നു. ഇതൊക്കെ വല്ലാതെയാണ് CPMനെ തളർത്തുന്നതല്ല, അവരെ വല്ലാതെ വെറി പിടിപ്പിക്കുന്നു. ഷാഫി തങ്ങൾക്കൊരു എതിരാളിയാണെന്ന് CPMന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഷാഫിക്കെതിരെ എന്തെങ്കിലും വീണ് കിട്ടിയാൽ CPM സൈബർ ഗ്രൂപ്പ് മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെടുന്നത്. അതാണ് അറസ്റ്റ് വാറണ്ടെന്ന് കേട്ടതും ചാടി ഇറങ്ങി ഇപ്പോൾ നാണം കെട്ടത്. രാഹുൽ കേസിൽ എങ്ങനെയെങ്കിലും കുരുക്കി ഷാഫിയെ തീർക്കാനാണ് അണിയറയിൽ കളി നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എത്തി നിൽക്കുന്ന ക്രിമിനൽ പശ്ചാത്തലത്തിന് കാരണം ഷാഫി പറമ്പിലിന്റെ അന്ധമായ പിന്തുണയും അധാർമികമായ ഇടപെടലുകളുമാണെന്ന് CPM ആരോപിക്കുന്നുണ്ട്. സ്ത്രീകളോട് ഏറ്റവും അറപ്പുളവാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു ക്രിമിനലിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ പോലും അവഗണിച്ച് ശക്തമായി നിന്നയാളാണ് ഷാഫി പറമ്പിൽ MP എന്ന് വലതിൽ നിന്ന് ഇടതിലേക്ക് ചേക്കേറിയ K ഷാനിബ് വ്യക്തമാക്കിയിരുന്നു. ഉമ്മൻചാണ്ടിയെ അവഗണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കാനും പാലക്കാട് MLA ആക്കാനും ഒക്കെ മുന്നിൽ നിന്നത് വടകര MP ഷാഫിയാണെന്ന് ഷാനിബ് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇടത് ഗ്രൂപ്പുകളെല്ലാം വൈറലാക്കുകയും ചെയ്തിരുന്നു. എല്ലാം പുറത്തു വന്നതിന് ശേഷവും ആ ക്രിമിനലിന് വേണ്ടി KPCC ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നയാളാണ് ഷാഫി പറമ്പിൽ. ഈ നിമിഷം വരെ തനിക്ക് തെറ്റുപറ്റിയെന്നോ അയാളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നോ പറയാൻ ഷാഫി തയ്യാറായിട്ടില്ല. നിരവധി പെൺകുട്ടികൾ ഇപ്പോഴും ഡോസ് കൂടിയ മരുന്ന് കഴിച്ചിട്ടാണ് ഒന്ന് ഉറങ്ങുന്നത് പോലും. ഈ ഒരൊറ്റ ക്രിമിനൽ കാരണം ഇപ്പോഴും മനോരോഗ വിദഗ്ധന്റെ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടികളെ അറിയാമെന്നും ഷാനിബ് കുറിപ്പിൽ പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ ഭാരവാഹികൾ വന്നിരുന്ന കാലത്ത് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഷാഫി പറമ്പിലിന്റെ താൽപര്യപ്രകാരം രാഹുലിനെ നേരിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുകയായിരുന്നു. അന്നു മുതൽ ഈ അനീതിക്കെതിരെ സംഘടനയ്ക്കുള്ളിൽ തങ്ങൾ ശബ്ദമുയർത്തിയിരുന്നു. സ്ത്രീകളെ രാഹുൽ ദുരുപയോഗം ചെയ്യുന്ന വിവരം ഷാഫിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നിഷേധാത്മകമായ നിലപാടാണ് ഷാഫി സ്വീകരിച്ചതെന്നും ഷാനിബ് വെളിപ്പെടുത്തിയിരുന്നു. ഷാനിബിന്റെ ഈ വെളിപ്പെടുത്തലുകൾ കൃത്യമായി CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ ചർച്ചയാക്കുകയും വൈറലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവിടെ ഷാഫി പറമ്പിലിനും തെറ്റുപറ്റിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ. അതുകൂടി നമ്മൾ പറയണമല്ലോ. കാരണം രാഹുലിനെതിരെ ഇതിനു മുൻപ് തന്നെ 2 വർഷം മുൻപ് തന്നെ പല പരാതികളും VD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ മുൻപിൽ എത്തിയിരുന്നു. എന്നിട്ടും അയാളെ മാറ്റി നിർത്താതെ ഈ പാർട്ടിക്ക് ഇത്രത്തോളം വലിയൊരു ഗതികേട് ഇപ്പോഴുണ്ടാക്കിയതിൽ പ്രധാനി ഷാഫി പറമ്പിൽ കൂടിയാണ്. കാരണം രാഹുൽ തെറ്റുകാരനാണ്, അയാൾ സ്ത്രീ വിഷയത്തിൽ തൽപരനാണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നിട്ടും ഷാഫി അതിനെ തിരുത്താനോ അല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്താനോ തയ്യാറായില്ല. പകരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് കൊണ്ടിരുത്തി. അത് കഴിഞ്ഞ് പാലക്കാടേക്ക് MLA കസേരയിലും കൊണ്ടിരുത്തി. നമുക്കറിയാം ഇപ്പോഴും ഷാഫി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു രാഹുൽ വിഷയത്തിൽ. രാഹുൽ കോൺഗ്രസിന് ഒരു അസറ്റാണ്, ആ സമ്മാനം ഞങ്ങൾ പാലക്കാടിന് സമ്മാനിക്കുകയാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അതായത് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞത്. പക്ഷേ ആ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ അകത്ത് കിടക്കുകയാണ്, അതും പെണ്ണ് കേസിൽ. ധാർമ്മികമായി അയാൾ തെറ്റുകാരനാണ്, നിയമപരമായി അയാൾ തെറ്റുകാരനല്ല എന്ന് അയാൾ പറയുമ്പോൾ അത് രാഹുൽ കോടതിയിൽ തന്നെ തെളിയിക്കട്ടെ, നിയമത്തോട് തന്നെ അയാൾ അത് തെളിയിക്കട്ടെ. പക്ഷേ ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ്, അത് 100 അല്ല 1000 തവണ നമ്മൾ പറയും. പക്ഷേ ആ തെറ്റിന് കുടപിടിക്കാൻ പാടില്ലായിരുന്നു ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെയാണ് CPM ഇപ്പോൾ ഷാഫി പറമ്പിലിനെയും സ്കെച്ചിടുന്നത്. എന്തായാലും പിണറായി വിജയന്റെ നേർക്ക് നേർ നിൽക്കുന്ന ഷാഫിയെ എങ്ങനെയും ഒതുക്കുക എന്നുള്ളതാണ് CPMന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.